ബോട്ടിൽ കയറാൻ വന്നപ്പോ എല്ലാരും 7,000-8,000 രൂപയൊക്കെ പറയുന്നത്. റോഡാണ്, റോഡിൽ കൂടിയാണ് നമ്മളിപ്പോ ഓടിച്ചു പോകുന്നത്. നമ്മളെ കൊണ്ടുവന്ന ആളാണിത്. അപ്പൊ മൂപ്പര് വന്നതാണ്. മൂപ്പര് ഇതുവരെ വണ്ടി എടുത്തിട്ടാണ് വരാറുള്ളത്. ഒരു മാസം ഈ വെള്ളം ഇവിടെ ഉണ്ടാവും. ഒരു ഓട്ടോ ഇതിന്റെ ഉള്ളിൽ അലോഡ് അല്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇറക്കിയിട്ടുണ്ടാവും. മൈൻഡിന് പീസ് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് കിട്ടിയില്ല. ഹായ് ഗൈസ്, മോനിഷാസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വാരണാസിയിലെ 4th ഡേ ആണ്. ഇത് ഞങ്ങൾ വാരണാസിയിൽ നിന്ന് നേരെ അയോധ്യയിലേക്ക് പോവാണ്. ഇവിടുന്ന് 250 കിലോമീറ്റർ ഉണ്ട്. എനിക്ക് ഓൾമോസ്റ്റ് 4 hours ഒക്കെ കഴിയും. അപ്പൊ ഇത്രയും കുഞ്ഞേക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് सब लोग रेडी हुआ है. सो कौशिक के पीछे तो ഞങ്ങളപ്പോ സ്റ്റാർട്ട് ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ 4 മണിക്കൂർ ഉറങ്ങണം. നമ്മൾ അയോധ്യയിലും പോണത് പ്രയാഗ്രാജ്. ഓൾറെഡി വാരണാസിയിൽ ഓൾമോസ്റ്റ് എല്ലാം നമ്മള് കവർ ചെയ്തു. അപ്പൊ ഇനി കവർ ചെയ്യാനുള്ളത് അയോധ്യ, പ്രയാഗ്രാജ്. സോ ഉറക്കൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ പറയാം. പോവാം. 1 മണിക്കൂറിന് ശേഷം ഒരു ചായ കുടിക്കാന്ന് വെച്ചാൽ ഞാൻ കിടന്നപ്പോഴേ അപ്പോഴേ ഉറങ്ങി. ഇവരെ പോയാ ഓൾറെഡി കൊറേ ദിവസമായി അവർക്ക് ശരിയാവുന്നില്ല. സോ വീട്ടിൽ ഇറങ്ങി ചായ കുടിക്കാൻ വേണ്ടി കയറിയപ്പോണ്. ഇവിടുത്തെ ചായ കേട്ടോ. ആക്ച്വലി ഞാനിങ്ങനെ ഇവിടെ വന്ന് ചായ കുടിക്കുമ്പോ 2 മൂന്നൊക്കെ കുടിക്കും. കാരണം ഇത് നമുക്ക് എന്തിനാ മലയാളികൾ ഇത്രയും ചായ പറ്റും. എനിക്കറിയില്ല ഇവരൊക്കെ ഇത്രയും കുടിക്കുന്നുണ്ട്. എനിക്ക് കുറച്ചധികം പക്കോടെ अच्छा चाहिए. इस तरह तो ഞങ്ങളെത്തി ചായ പൊക്കോടി കഴിക്കാം. അപ്പൊ പൊക്കോട ഞങ്ങളുടെ കൂടെയുള്ള കംഷീനെ കാണുമ്പോ എനിക്ക് എന്താ തോന്നുന്നത്, ഒരു BJP നേതാവിനെ പോലെ തോന്നുന്നത്. बीजेपी नहीं है, बीजेपी ऑरेंज है. ओ तुमको एक लीडर का जैसा रहेगा ना. അങ്ങനെ തോന്നുന്നു. पवन कल्याण രാവിലെ ഒരുങ്ങാത്തപ്പോഴേ വിചാരിച്ചു ഞാൻ. ഞങ്ങൾ എന്തായാലും ഇനി 3 hours ഉണ്ട്. അത് കഴിച്ച് കുടിച്ച് ഞങ്ങളിങ്ങനെ പോകണം. പൈസ തക്കാതെ എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ട്. അതാ സത്യം. നമുക്ക് അയോധ്യയിൽ എത്തിയിട്ട് ഭക്ഷണ ശേഷി വേണം. അതാവും നല്ലത്. ടോൾ നിൽക്കാവോ? 1 hour കഴിഞ്ഞിട്ട് ഞങ്ങൾ വാരണാസി തന്നെയാണ്. ഞങ്ങൾ അയോധ്യയിൽ എൻട്രി ആയിട്ടില്ല. സോ ഫിർബി 3 hours रहेगा ना. ഓക്കെ, അപ്പൊ 3 മണിക്കൂറിന് ശേഷം അയോധ്യയിൽ വെച്ച് കാണാം. ത്രിവേണി സംഗം. ഓ, ഗംഗ യമുന സരസ്വതിയുടെ സംഗമം നടക്കുന്ന സ്ഥലമാണ്. ഈ 3 നദികളും വന്നിട്ട് ഒത്തുചേർന്നത് ഈ സ്ഥലത്താ. ഗംഗയും യമുനയും സരസ്വതിയും ഇവിടെ വന്ന് മിക്സ് ചെയ്യും. क्या इधर से ही गंगा वाराणसी गई है, वाराणसी से कलकत्ता. ओ, यहीं पे गंगा जमुना सरस्वती तीनों लोग मिली है. आपको 2 पानी दिखाई देगा, एक पानी नहीं दिखाई देगा. गंगा जमुना दिखाई देगा, सरस्वती नहीं दिखाई देंगी. क्यों? वो नीचे रहती है. जैसे शंकर भगवान का 3 जटा होता है, 2 दिखाई देता है, तीसरा नहीं दिखाई देता है. वही यहाँ पे है. പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഗംഗയുടെയും യമുനയുടെയും വാട്ടർ കാണും, പക്ഷെ സരസ്വതിയുടെ കാണില്ല. കാരണം സരസ്വതി അകത്താണ് വാട്ടർ ഉള്ളത്. പക്ഷെ മേലെ 2 കളേഴ്സിൽ കാണാം. ഗംഗ കുറച്ചൊരു നമ്മുടെ ഈ മണ്ണിന്റെ കളർ, ഒരു ബ്രൗൺ കളർ, അതായത് മിക്സ് ആക്കിയ കളർ, ഈ മണ്ണ് മിക്സായ കളറ്. മറ്റേത് നല്ല പ്യുവർ വാട്ടർ ആണ്. ദെൻ സരസ്വതി എന്ന് പറയുന്നത്
അകത്താണ് വെള്ളം ഉള്ളത്. സോ ഓക്കെ ആഹേ ബോത്ത് ये यमुना वाटर है ना? वो जैसे बोटिंग है, ये यमुना जी है। वो जैसे बोटिंग है ना, अभी आप लोग बोटिंग करने जाएंगे ना, तो बोट वाला आपको बोलेंगे ना पानी अलग अलग दिखाने के लिए, तो वो वहाँ पे लेके जाएगा त्रिवेणी संगम, वहाँ पे आपको पानी दिखाएगा अलग अलग। ഓ ഈ ബോട്ടിങ്ങിന് പോവുകയാണെങ്കിൽ നമ്മളെ അവര് കൊണ്ടുപോയിട്ട് വെള്ളം കാണിച്ചു തരും. ഓക്കെ സോ നമ്മള് പ്രയാഗ്രാജ് ആയാ हाँ प्रयागराज आ गए आप। अभी त्रिवेणी संगम नीचे से जाएंगे तब आप लोग बोटिंग करेंगे, तो बोट आप लोग को करके जाना होगा। അങ്ങനെ നമ്മുടെ ഒട്ടകം ഇവിടെ ഉണ്ടല്ലോ. സോ ഞങ്ങള് അയ്യോ ഇവിടെ കൊറേ ഉണ്ട് ഒട്ടകം. कैसे होगा भैया वो पैसा 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 ऐसे ये करेंगे। ഞങ്ങളങ്ങനെ അതിന്റെ അകത്ത് കയറി നമ്മള് പാർക്കിംഗ് ഇടാൻ വേണ്ടി പോവാ. बोटिंग करने जाएंगे ना, तो आप पहले उसको बता दीजिएगा कि भैया कैश नहीं है, ऑनलाइन है, ठीक है? नहीं तो हम उसको बोल देंगे कि भैया कैश पैसा नहीं है, ऑनलाइन लेना होगा तो बताइए। आप भी आइएगा ना हमारे साथ? चलिए ठीक है। ഞങ്ങളിതാ ബോട്ട് കയറാൻ വേണ്ടി പോവാണ്. हम लोग तो हमेशा ही आते जाते हैं। हाँ मतलब आपको कुछ जान पहचान होगा, कहाँ जाना क्या करना है। ഞങ്ങള് ബോട്ടിങ്ങിന് പോവാണ്. ഈ 3 നദികളും കൂടി സ്ഥലത്തെത്തിയിട്ട് ഒരുപാട് വർത്താനം പറയാൻ പറ്റില്ല. ഇത്രയും ക്രൗഡ് ഉള്ളതുകൊണ്ട് എല്ലാരും നോക്കിയിട്ട് ഏത് ഈ പറയുന്നത് ഭയങ്കര ക്രൗഡാ. एक कितना लोग आता है? 4-5 ലക്ഷം വരെ ആൾക്കാർ ഒരു ദിവസം വരുന്നതാണ്. ഇപ്പൊ തന്നെ നോക്കി എന്തൊരു ക്രൗഡാണ്. ഭയങ്കര ക്രൗഡാ. 4 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ പണ്ടേ അത് ഭയങ്കര സംഭവം. ഈ പോസ്റ്റ് ഉണ്ട് നല്ല ഭംഗിയുള്ള പോസ്റ്റ്. ഓ ഇത് इधर इधर ഇതിനെ കാണിച്ചു क्या है नाम? बिंदिया कौन मेकअप करके दे दिया? मेकअप कौन किया? रखो उधर रख फोटो कौन किया मेकअप? हाय हाय बोलो हाय बोलो नेम बोलो नेम नाम बोलो नाम अपन नाम ले. ആള് ഭയങ്കര ഷോക്ക് ആയിട്ട് വെള്ളം നിറച്ച് വെച്ചേക്കുക. വെള്ളം വരെ വിൽക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പാനിയാനാ ത്രിവേണി സംഗമത്തിന്റെ വെള്ളമാണ്. ഈ വെള്ളം വരെ ഇവിടെ വിൽക്കുന്നുണ്ട്. നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം, സൂക്ഷിക്കാം, അങ്ങനെ പലതും ചെയ്യാം. മലയാളം എനിക്ക് മാത്രം അറിയുന്നുണ്ട്, എല്ലാരും എന്നെ നോക്കുന്നുണ്ട്. ഇവിടെ വെള്ളമുണ്ട്. ഞാനാണെങ്കിൽ ഈ പട്ടത് നിങ്ങൾ വരുമ്പോ ശ്രദ്ധിക്കേണ്ടത് ചെരുപ്പിട്ട്. സോ ഞങ്ങള് ബോട്ടിൽ കയറാൻ പോവാണ്. ഇവിടെ ബോട്ടിൽ കയറാൻ വന്നപ്പോ എല്ലാരും 7,000-8,000 രൂപയൊക്കെ പറയുന്നത്. ഞങ്ങൾ 6 പേർക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവരോട് ബാർഗെയിനിങ് ചെയ്യണം. ബാർഗെയിൻ ചെയ്ത് ലാസ്റ്റ് ഞങ്ങൾ 3,000 രൂപയിലാണ് എത്തിയത്. 3,000 രൂപയിലാണ് നമ്മൾ കറങ്ങാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, ഇവിടെ വരുവാണെങ്കിൽ തന്നെ അവര് പറയുന്ന പൈസ ഒരിക്കലും കൊടുക്കരുത്. നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവല്ലോ. പ്ലസ് നമ്മളൊരു പൂവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. അതിന് അവര് വാങ്ങുമ്പോൾ 30 എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു അകത്ത് ചെന്നിട്ട് തരാം, ഗൂഗിൾ പേ ഇല്ല എന്നുള്ളത്. സോറി, ക്യാഷ് ഇല്ല, ഗൂഗിൾ പേ ഉള്ളൂന്ന്.
അപ്പൊ അവര് പുറകെ വന്നിട്ട് ലാസ്റ്റ് അവര് പറഞ്ഞ എമൗണ്ട് എത്രയാണെന്ന് അറിയോ? 300. അതായത് 30-ൽ നിന്ന് 300. 30 എന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് പൈസ എടുക്കാനായപ്പോ 300 പറഞ്ഞു. ലാസ്റ്റ് നമ്മള് വേണ്ടെന്ന് പറഞ്ഞപ്പോ 100-നാക്കി. ലാസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചവിടെ വെച്ചപ്പോ അവര് 30-ന് തന്നെ ആക്കി. സോ അങ്ങനെ കൊറേ ഇതുണ്ട്. നമുക്ക് എന്തായാലും പോവാം. ദേക്കാനായ അങ്ങനെ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങള് ലാസ്റ്റ് തല്ലി പിടിച്ചിട്ട് 3000-ന് ഒപ്പിച്ച ബോട്ടാണിത്. ബോട്ട് അല്ലാതെ നോക്കി നിൽക്കുന്നത്. तुम लोग कुछ भी बोलो. मैं कुछ नहीं बोल समझ में आता है क्या मैं क्या बोलता है बोल के? क्या थोड़ा क्या बोला? ट्राई करते हैं. हम बोट चढ़े. हम लोग बोट धरने स्टार्ट किए. अभी यहाँ पर यात्रा मलयालम में यात्रा बोलने से क्या है? तेलुगु में यात्रा यात्रा जर्नी. और मलयालम में भी यात्रा. यस बोट. ओके. सो इधर से कितना दूर है भाई? क्या चीज? ओ त्रिवेणी संगम. यहाँ के त्रिवेणी संगम उधर है. पास है. उधर वो जिधर झंडा है किधर? वो सामने देख रही हैं. वो इतना सामने है. फिर 3000 dirham. अरे उधर वो जो हरा वाला झंडा है. भाई हबीबी. टेम्पल. वो कौन सा टेम्पल? कौन वाला? उधर ही एक टेम्पल. वो टेम्पल नहीं है, फिर? वो आश्रम. ആശ്രമം. അവിടെ ഒരു ആശ്രമം ഉണ്ട്. ആ ദൂരെ നിങ്ങൾ കാണുന്നുണ്ടാവും. वहीं पे लेटे हनुमान जी का मंदिर. पानी से भीगा लगा. अरे यार तब तो पूरा कपड़ा भीग गया. क्या बना भीजा ऐसा दिया कि दाग पाग न पड़े कपड़ा पे. दाग नहीं लगेगा. थोड़ा इसे लगा लीजिए. बंद नहीं करने का. दिखना चाहिए. हम पुलिस वाला दिखेगा तो मारेगा. लेकिन ये बहुत पानी. पानी कुछ नहीं है. ഞങ്ങള് ലൈഫ് ജാക്കറ്റ് ഇടാൻ പോവാണ്. നനഞ്ഞ് കുതിർന്ന ഭയങ്കര നനഞ്ഞ് കുതിർന്നതാണ്. വേറെ കാര്യമില്ലല്ലോ. यहाँ कहाँ तक पानी पहुँचल? ऊपर ढाल तक पहुँच गया. हाँ ऊपर तक पहुंचा था वहाँ. सुबह जो बोर्ड लगा था. हाँ जो बोर्ड लगा वो जो लास्ट अच्छा वहाँ तक पहुंचा था. पूछेगा आप ही राइड कर दो. हमको क्यों बुलाए? वरना यहाँ पे यहाँ पे सबसे ज्यादा मालूम है पैसा कौन लोग कमाते हैं? पंडित. उनसे हम बहुत ज्यादा चिढ़ते हैं. इसी कानपुर के होते हुए ये गंगा आता है अपना इधर का. वो दिल्ली आगरा मथुरा के वो आता है अपना जमुना वो साइड जाता है इधर का. इस टाइम में ये भी पड़ा हुआ है गंगा जी का. हाँ सरस्वती माँ गुप्त रूप में चलती है. अंतरवाणी नहीं दिखता है. किले के अंदर चलती है. वो बाहर नहीं दिखती है. बाहर नहीं दिखती है. दो दिखता है तीसरा नहीं दिखता है. हाँ वो वहाँ तक का था. आधा डूबा था. पिक्चर दिख रहा है ना. हाँ. वहाँ तक का डूबा था. अरे मोबाइल में देख रहे थे. हाँ और जो ये मूरत दिख रहा है हाँ. डूब गया था पूरा. लहर भी बहुत तेज रहा था उस टाइम. हाँ उस टाइम बहुत रहा था. लेटे हनुमान जी अभी भी डूबल हो. अभी कम से कम 10 फीट नीचे तक डूबे. बाप रे. 10 फीट नीचे होंगे पानी के. लेटे हुए हनुमान भी 10 दिन लग जाएगा 5 दिन लग जाएगा. इसको जितनी जल्दी गंगा हटेगी इतनी जल्दी खुलेंगे. ये 4 बार की डूबा हुआ हो गया स्नान कराने गंगा का. चलते दर्शन कराते हैं अभी अच्छे से. അതറിയോ ഈ കാണുന്ന സാധനല്ലേ ഇത് മൊത്തം റോഡാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇത്രയും ഏരിയ റോഡാണ്. ഇപ്പൊ പിന്നെന്താണ് മഴ ആയതുകൊണ്ട് ഭയങ്കര വർക്ക്ഫ്ലോ ആണ്. ഇത് റോഡാണ്. റോഡിൽ കൂടിയാണ് നമ്മളിപ്പോ ഓടിച്ചു പോകുന്നത്. നമ്മളെ കൊണ്ടുവന്ന ആളാണിത്. അപ്പോൾ മൂപ്പര് വന്നതാണ്. മൂപ്പര് ഇതുവരെ വണ്ടി എടുത്തിട്ടാണ് വരാറ് എന്നുള്ളത്. റോഡിലേക്ക് ആൾക്കാരെ ഇറക്കാൻ വേണ്ടി. ഇതിൽ കൂടിയാണ് ഇപ്പൊ നമ്മള് പോകേണ്ടത്. നമ്മള് പ്രളയം വന്നാൽ എങ്ങനെ നമ്മുടെ വെള്ളം കയറില്ലേ അതുപോലെ. ദുബായിൽ എന്തെങ്കിലും
ഇതൊക്കെ വരുവാണെങ്കിൽ മഴ വരുവാണെങ്കിൽ എങ്ങനെ നമ്മൾ ഷാർജയിലെ അവസ്ഥ നമുക്ക് മേലെ നമ്മളപ്പോൾ റോട്ടിൽ കൂടെ പോയിട്ട് തുഴഞ്ഞു പോവുകയാണ് കനിപ്പിస్తుంది ഇതാണെന്നുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഉള്ളിലേക്ക് പോകാൻ പറ്റാത്തത്. അതായത് ഒരു ഗംഗ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു മണ്ണിന്റെ ഒരു കളർ മിക്സ് ആയിട്ടുള്ള और जमुना का है ना क्लियर वाटर तो ये बोला गंगा थोड़ा ये है मिट्टी യമുനയിൽ പിന്നെ കുഴപ്പമില്ല ക്ലീൻ വാട്ടറാണ് അത് നമുക്ക് അറിയാൻ പറ്റും. അവിടെ വരുമ്പോൾ ഭയങ്കര ചളിവെള്ളം പോലത്തെ ആയിരുന്നു പക്ഷെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ തെളിഞ്ഞ വെള്ളം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു മിക്സ് പക്ഷെ ഉള്ളത് കാണാൻ പറ്റും. जमुना जी का धारा है उस साइड का किले का बगल जो जाता है वो जमुना जी की धारा है. एक कौन सा किधर ये बोट में हाँ चलता है धारा. हाँ नहीं यहाँ पर कौन सी धारा गंगा है क्या? ये गंगा है. ये हरिद्वार गंगा ऋषि कानपुर होके आती है. गंगा इधर के आता है अपना वो दिल्ली आगरा मथुरा होके आता है. जमुना अपना उधर का सरस्वती माँ गुप्त रूप में चलती है. अंतरवाणी है उन्हें दिखता है. ये किले के अंदर चलते हैं वो. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക ഹിന്ദി ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ട്. കാരണം എനിക്കും കുറേ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. സോ നിങ്ങൾ നിങ്ങളുടെ കഴിവ് ബുദ്ധിപരമായ മൂപ്പര് കാര്യമായിട്ട് എന്തൊക്കെയാ പറയുന്നത്. काशी बनारस और चले जाते हैं इधर का गंगा जमुना सरस्वती का. ये काशी बनारस होते ही चले जाती इधर का अपना सरस्वती माँ गुप्त रूप में चलती है. अंतरवाणी उन्हें दिखता है. ये आगे जला दीजिएगा लेटे हनुमान मंदिर जला दीजिए यहीं पे. വിഷമം വേണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ തലയാട്ടുന്നത്. ഇത് നമ്മൾ കത്തിക്കാൻ വേണ്ടി പോകണം. ഞാൻ പറഞ്ഞത് നേരത്തെ 30 പറഞ്ഞ 300 ആക്കി വീണ്ടും 30 ആക്കിയ സാധനം ഞങ്ങൾ കത്തിക്കാം. സബ്ലോക്ക് ആവും. यहाँ से ही हाथ डाल के പോയി ഭയങ്കര കാറ്റാണ്. हाथ थोड़ा रहता है. आप इस पे थोड़ा हाथ रख लीजिए. हाथ नहीं रखनी इसमें डूब जाएगा. ഒഴുക്കി വിട്ടു उसको देखो मेरा भवानी तो ഇവിടെ ഒരാൾ തീപ്പെട്ടി എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ अभी आप लोग वही ब्रिज पे से आए हैं. क्या अभी आप लोग वही ब्रिज पे से आए हैं. वो ब्रिज से आए. अभी जो आई है वाराणसी से उसी ब्रिज से आए हैं. ഞങ്ങൾ നേരത്തെ വരുമ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല വണ്ടിയിലിരുന്നിട്ട്. അതാ പാലം ആ സൈഡിൽ കൂടെ उधर चल गया वो डालता है. ഇവരൊക്കെ ഈ വെള്ളം തലയിൽ ഒഴിച്ചാൽ ഭയങ്കര നല്ലതാന്ന് പറയാം. ആക്ച്വലി ഇവിടെ सब लोग आके नहाता है ना. फिर क्या करता कर्म और क्या बोला पिंड प्रदान. ഇവിടെ പെയ്യ് ഇടുന്നുണ്ട്. ഓ किधर से करता है एक्चुअली पिंड प्रदान ये क्या न पिंड प्रदान. इधर उधर पिंडदान यही होता है. करना ही क्या कुछ नहीं അതായത് നമ്മള് ബലി ഇടാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ബലി ഇടാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുളിക്കാനുള്ളതുണ്ട്. നമ്മൾ അതൊന്നും എടുത്തിട്ടില്ല. നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വരെ എന്തോ കുറച്ച് നേരം ബോട്ട് നിർത്തുന്ന എക്സ്ട്രാ പേയ്മെന്റ് പിന്നെ ബലി ഇടുന്നതിന് എക്സ്ട്രാ അങ്ങനെ സംതിങ് ഉണ്ട്. പക്ഷെ നമുക്കിതൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഓൾറെഡി നമ്മൾ കുളിച്ച് ഫുൾ സെറ്റ് ആയിട്ടാണ് വന്നത്. പിന്നെ ഓൾറെഡി ബലി ഇട്ടു. ഇവർക്ക് ഓൾറെഡി ബലി ഫസ്റ്റ് ഡേ ഇട്ടു. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് ഒന്ന് കാണുക, ഈ എന്താണ് മനസ്സിലാക്കുക, പോവുക. അതിനു വേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞത് എന്തായാലും ശ്രദ്ധിക്കണം. സോ നമുക്ക് നോക്കാം. റോഡിക്കാവും
ഇവിടെ നമ്മൾ അമ്പലം ഈ താഴെയാണ്, ഈ വെള്ളത്തിന്റെ അടിയിലാ. ബാരിഷ് हुआ इसलिए ऐसा हुआ नहीं तो बाहर था. ശരിക്കും അങ്ങനെയല്ല, ശരിക്കും പുറത്തുള്ള അമ്പലാണ്. ഓ, हर साल गंगा जी ऐसा आता है स्नान करने. हनुमान जी का स्नान कराने आते हैं, स्नान कराने. ഓക്കെ. ഓക്കെ, ഇവരുടെ വിശ്വാസപ്രകാരം इसी के अंदर है. ഓക്കെ, ഇവരുടെ വിശ്വാസപ്രകാരം എല്ലാ വർഷവും ഹനുമാനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗംഗ വരുന്നുണ്ട്. അതാണ്. സോ ആ സമയത്താണ് ആ ഒരു സ്റ്റാച്ചുവിന്റെ മേലെ കൂടെ വെള്ളം വരുന്നത്. സോ ആ ഒരു അമ്പലമാണ്. അതാണ് നമ്മളിങ്ങനെ കാണുന്നത്. സോ ബായ് इतना पानी आया इतना दिस बारिश में कितना डेज ऐसे रहेगा पानी? एक महीना तक रहेगा बस. ഓക്കെ, ഒരു മാസം ഈ വെള്ളം ഇവിടെ ഉണ്ടാവും. ഒരു മാസം ഇങ്ങനെ നിൽക്കും. ഒരു മാസത്തിന് ശേഷം, കാരണം മഴ പെയ്യുമ്പോഴാണ് ഇങ്ങനെ വെള്ളം കയറുന്നത്. നമ്മൾ വാരണാസി പോയപ്പോഴും അറിയാലോ, അവിടെ നമുക്ക് ബോട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതില്ലാത്തതുകൊണ്ടാണ്. മീൻസ് വെള്ളം കയറിയത് കൊണ്ടാണ്. നമ്മള് പൂജ കണ്ടപ്പോഴും ഭയങ്കരമായിട്ട് ആൾക്കാർ കുറവായിരുന്നു, അത് വെള്ളം കയറിയോണ്ടാണ്. ഇതാണ് ഹനുമാൻ ടെമ്പിൾ ഇതില് പ്രയാഗ്രാജിലെ. ഇപ്പൊ കാണാൻ പറ്റുന്നില്ല, അവിടെയൊക്കെ അത് ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് തിരിച്ചെത്തി. അവിടെയൊക്കെ ഫുൾ കറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചെത്തി. നമുക്ക് പതുക്കെ നീങ്ങാം. സോ ഞങ്ങള് ഭയങ്കര ഒലിച്ച് കണ്ടോ, കാറത്ത് കരിവളിച്ച് അവിടെ നിന്ന് ഇറങ്ങി ബോട്ട് യാത്ര ഒക്കെ കഴിഞ്ഞ് ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഇനി അയോധ്യയില് ഞങ്ങൾ അയോധ്യയിലേക്ക് പോകുന്ന 4 മണിക്കൂറുണ്ട്. ഇങ്ങോട്ട് തന്നെ 2 hours ഉണ്ടായിരുന്നു. മൊത്തത്തിൽ 4 മണിക്കൂറെന്നായിരുന്നു എന്റെ വിചാരം. ഓൾറെഡി 1 hour ഞാൻ കിടന്നുറങ്ങി. 1 hour പിന്നെ അങ്ങനെ ജസ്റ്റ് നോക്കി പാട്ടൊക്കെ ആസ്വദിച്ച് വന്നു. സോ ഇനി നെക്സ്റ്റ് അയോധ്യയില് പോയിട്ട് ഭയങ്കര ചൂടാട്ടോ, സഹിക്കാൻ പറ്റാത്ത ചൂടാ. മഴയൊക്കെ പെയ്തോടെ വെള്ളം കയറിയിട്ട് ഒരു കാര്യമില്ല. ഈ ചൂടൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 1 മാസം കൊണ്ട് വെള്ളം ഇറങ്ങുന്ന. അപ്പൊ എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് അയോധ്യ പിടിക്കാം. ഇപ്പൊ സമയം 9:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോ പിന്നെന്താണ്, അയോധ്യയിലൊരു 2 മണിയാകുമ്പോഴേക്കെത്തും. ഇത് നമ്മളിവിടെ കാണിക്കാൻ കാരണം ഈ കോൻകാ ഘർ ഹേ, നെഹ്റുവിന്റെ വീടാണ്. അഭി ഉധർ കോൻ ഹേ? अभी मतलब अभी ये सरकारी हो गया है, ये म्यूजियम हो गया. ओ, इसमें लोग घूमने के लिए जाते हैं. सो प्रयागराज का पास है, प्रयागराज ही में है ये. ओके, मीन्स ओ नदी का पास है क्या? सो പ്രയാഗ്രാജിലാണ് കേട്ടോ നെഹ്റുവിന്റെ വീട്. മ്യൂസിയം म्यूजियम. ഞങ്ങളോട് മ്യൂസിയത്തിൽ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് നേരമില്ലാത്തത് കൊണ്ടും അയോധ്യയിലെത്തണം. का भी घर यहीं पे है. किधर है अमिताभ बच्चन का घर? पीछे छूट गया. ഓ, സോ ഞങ്ങൾ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം അഭി കിത്തന ബജെ ഹുവാ ടൈം? ഞങ്ങള് പ്രയാഗ്രാജിൽ നിന്ന് പുറപ്പെട്ടതാണ്. പിന്നെ അങ്ങ് ഉറക്കം തന്നെ ഉറക്കം കണ്ടില്ല. 2:15 ഞങ്ങള് രാവിലെ 6 മണിയാകുമ്പോഴേക്കും പുറപ്പെട്ടതാ. പിന്നെ പ്രയാഗ്രാജിൽ മാത്രമേ നിന്നുള്ളൂ. അവിടുന്ന് ഇപ്പൊ ഓൾമോസ്റ്റ് 4 മണിക്കൂറായി. അപ്പൊ ഞങ്ങളൊരു ചായ കുടിക്കാന്ന് ചോദിച്ച ഒരു ഷോപ്പിൽ നിർത്തിയേക്കുവാണ്. അബീബി ആത്താ ഹേ കണ്ട, എല്ലാരും ഉറക്കത്തിന് എണീക്കുവാണ്. ഒരു ചായ കുടിക്കാന്ന് ചോദിച്ചു. അതിനുശേഷം അയോധ്യയിലെത്തും. അപ്പോഴേക്ക് ചാർജ് ഉണ്ടാവുമെന്നറിയില്ല. ലെറ്റ്സ് സീ. ഞങ്ങള് അയോധ്യയിലോട്ട് പോകാൻ വേണ്ടി ഇപ്പൊ ഓട്ടോയില് പോവാണ്. കാരണം നമ്മുടെ വണ്ടി അങ്ങോട്ട് പോയില്ല. 1 കിലോമീറ്റർ ഉണ്ട്. സോ ഈ പുതിയ മഴ, ഞാൻ ദുബായിന്ന് വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് മഴ കാണുന്നത്. സോ
ഞങ്ങളിത് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഓട്ടോ ഒരു 6 പേര് മറ്റു സ്ഥലമില്ലാത്തോണ്ട് ഇവിടെ മടിയിലിരുന്നു. സോ അത്ര തന്നെ. പിന്നെ അവിടെ എത്തിയിട്ട് അയോധ്യയിൽ എങ്ങനെയാന്ന് കാണാം. പക്ഷെ മഴയാണ്, മിക്കവാറും മഴ നനയേണ്ടി വരും. ഇവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണ്. അപ്പൊ നോക്കാം. ഡ്രൈവർ അത്ര ശരിയല്ല. ഡ്രൈവർ ഭയങ്കര സോമോഷം കളിച്ച് കൊടുക്കുന്നോണ്ടാണ് നമ്മൾ ഇത്രയും നേരം എടുത്തത്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴോ എത്തേണ്ട ആൾക്കാരാണ്. അപ്പൊ കിട്ടുന്ന ടൈം പോവാ 3:10 ആയി. ഓൾമോസ്റ്റ് 2 hours അയോധ്യയിൽ നിൽക്കണമെന്നാണ്. 2 to 4 hours. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വീണ്ടും 4 മണിക്കൂർ തിരിച്ച് യാത്ര ഉണ്ട്. അപ്പൊ തന്നെ രാത്രി ആവുന്നെങ്കിൽ ഇത് ഫുൾ യാത്രയായിരുന്നു. അയോധ്യയിലോട്ട് നല്ല ദൂരം ഉണ്ടായിരുന്നു. സോ നമുക്ക് നോക്കാം. അപ്പൊ ഞങ്ങള് പോവാണ് പെട്ടി ഓട്ടോയിലും മഴയൊക്കെ കൊണ്ടിട്ട്. സോ ഞങ്ങള് മഴ കൊണ്ടിറക്കാണ്. ഓട്ടോ ഇതിന്റെ ഉള്ളിൽ അലോഡ് അല്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇറക്കി കിട്ടും. അവിടെ സോ ഇതാണ് അയോധ്യയുടെ ഫ്രണ്ട്. ഇല്ലാതെ രാവിലെ എന്തോരം ഒരുങ്ങിയോ അറിയാം. അയോധ്യയിൽ സോ അങ്ങനെ ഞങ്ങൾ ഒരുപാട് നടന്നിട്ട് ക്യൂ ഒന്നുമില്ല. നമുക്ക് സ്മൂത്ത് ആയിട്ട് അങ്ങനെ നടന്നു പോകാൻ പറ്റുന്ന ക്യൂ ഉള്ളു. അങ്ങനെ ഒരുപാട് ക്യൂ ഒന്നുമില്ല. 5 minutes നമ്മൾ നടന്നെത്തി. സോ ഇതാണ് അയോധ്യയുടെ ഫ്രണ്ട്. എനിക്ക് തോന്നുന്നത് അകത്തേക്ക് ഫോൺ അലൗഡ് ആവുമോ എന്നുള്ളത് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് തന്നെ ഒരു ഏകദേശം ഒരു സ്ട്രക്ചർ കാണിച്ചു തരാമെന്ന് പറയുന്നത്. നമ്മൾ ഫോട്ടോയിലൊക്കെ കാണാറുണ്ട് അത് ആ ദൂരത്തുള്ള ഗോപുരം. സോ നമുക്ക് നോക്കാം അകത്തേക്ക് ഇനി എന്താവും എന്നുള്ളത്. ചിലപ്പോൾ അലോഡ് ആക്കാൻ സാധ്യത. അലോഡ് ആവുകയാണെങ്കിൽ ഞാൻ വിശ്വസിച്ച് കാണിച്ചു തരാം. അതാണ് ഇവിടെ അയോധ്യ ചെടി. നോക്കിയിട്ട് വരാം. ഓദിക്കാവോ? ഗോപുരം. സോ ഞങ്ങൾ അതിന് അയോധ്യയുടെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ കയറിയിട്ടുണ്ട്. നമ്മൾ വേഗം വേഗം പോവാണ്. സോ നമുക്ക് കാണിച്ചു തരാം. കാരണം ഇത്ര ആൾക്കാരെ ഭയങ്കര ക്രൗഡുണ്ട്. മഴയാണ് എന്നാൽ പോലും ഭയങ്കര ക്രൗഡുണ്ട്. ഭയങ്കര സെക്യൂരിറ്റീസും ഉണ്ട്. ഭയങ്കര സെക്യൂരിറ്റി. നമ്മൾ ഗുരുവായൂർ പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ കാണാൻ വേണ്ടിട്ട്. നല്ല രസമല്ലേ? പക്ഷെ ഞങ്ങൾ ലോക്കത്തെ ഏരിയ എത്തി. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ഫോൺസ് നമ്മളെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം. സോ അകത്തെ വിഷ്വൽസ് കാണിക്കാൻ പറ്റില്ല. എനിവേ ഞാൻ പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത് വരുന്നുണ്ട്. എന്നാലും എനിക്ക് ഒരു ഫ്രണ്ടൊക്കെ കാണാൻ പറ്റിയില്ലേ എന്റെ വ്ലോഗിൽ കൂടെ? നല്ലതല്ലേ? നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര ഈവനിങ് ടൈം ആയാലും നല്ല സോ വേഗം പോയി ഞങ്ങൾ അകത്ത് കയറട്ടെ. നല്ല ക്രൗഡ് ഉണ്ട്. സോ വേഗം കയറുവാണേ. आज अयोध्या आहे. സോ അങ്ങനെ ഞങ്ങളുടെ ദർശനം കഴിഞ്ഞു. സത്യം പറഞ്ഞ ഒരു 15 മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി വന്നോണ്ട് ഞങ്ങൾ പോയി അപ്പൊ തന്നെ വേഗം തിരിച്ചു വന്നു. ഇവിടെ കുറെ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. സോ നമുക്ക് ആകെ ഒരു മെയിൻ സ്ഥലത്ത് മാത്രമേ പോകാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതാണ്. ചിത്രകലകൾ, ഈ ചുമർ ചിത്രങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. थोड़ा इधर आओ क्योंकि सब लोग को जाने के लिए स्पेस चाहिए ना. സോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഭയങ്കര ബഹളം അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നമുക്ക് മൈൻഡിന് പീസ് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കിട്ടിയില്ല. ബിക്കോസ് ഞാൻ അവിടുത്തെ ആ ഒരു ആർട്ടൊക്കെ കണ്ടു, ആസ്വദിച്ചു എന്നുള്ള രീതിയിൽ. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീരാമന്റെ ചെറുപ്പത്തിലുള്ള ഒരു വിഗ്രഹമാണ് അവിടെ ചെയ്തു വെച്ചേക്കുന്നത്. ബാലരാമൻ. ഓക്കെ, ബാല അതായത് ചെറുപ്പത്തിലുള്ള ശ്രീരാമൻ. ചോദാക്ക ശ്രീരാമൻ പനാക്കി രക്തിയാഹേ. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് വീട്ടില് കുറെ വർക്ക് നടക്കുന്നുണ്ട്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം അതിന്റെ ഒരു കളറും ആ ഒരു തീമും എല്ലാം മനസ്സിലാവും. പിന്നെ ഫോട്ടോസിനൊക്കെ കണ്ടാൽ പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചുമർ ചിത്രങ്ങളാണ്. ഈ ലോകത്തെ എല്ലാവരും പെണ്ണെ നോക്കിയിട്ട് നടക്കുന്നത്. ഉൻലോക്കത്തിക്കാവോ.
ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷമായിരുന്നു അയോധ്യയിലെത്തിയത്. അയോധ്യയിലാണെങ്കിൽ ഫോണൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കുറച്ച് വിഷ്വൽസ് പുറത്തുനിന്ന് എടുത്തു, കുറച്ച് ഫോട്ടോസ് എടുത്തു എന്നല്ലാതെ നമുക്ക് അയോധ്യയുടെ അകത്ത് കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഫോൺസ് ഒന്നും അലൗഡ് അല്ല. അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അയോധ്യ ജേണി. പിന്നെ അയോധ്യയിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വരുമ്പോഴുള്ള കുറേ വിഷ്വൽസ് മിസ്സായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വാരണാസി ടു അയോധ്യയിലേക്കുള്ള ഒരു ലോങ് ജേണി ആയിരുന്നു. സോ വാരണാസി വിസിറ്റ് ചെയ്യുന്നവരൊരു അറ്റ്ലീസ്റ്റ് ഒരു 10 days എങ്കിലും നിൽക്കാൻ പാകത്തിന് പോകുന്നുണ്ടെങ്കിൽ മാത്രം അയോധ്യയിലേക്ക് പോവുക. കാരണം അയോധ്യയിലേക്ക് പോകാൻ നമുക്ക് ഫുൾ 1 day കംപ്ലീറ്റ് വേണം. മാത്രമല്ല നമുക്ക് പ്രയാഗ്രാജിലൊക്കെ പോകണമെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ ഒരു 1 day എന്തായാലും വേണം. സോ ഇതാണ് ഇന്നത്തെ വാരണാസി ടു അയോധ്യയിലേക്കുള്ള ജേണി. അപ്പം എല്ലാവരും മോനിഷാസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.